സഹോദരങ്ങളെ, 5 മിനിറ്റ് ആമുഖമായി പറയാൻ പറഞ്ഞാൽ എന്താണ് പറയാനുള്ളത്? എൻ്റെ നേരെ ഇരിക്കുന്നത് തിലകനാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കാലം കൊടുക്കും. ഞാനും തിലകനുമല്ല ജനകീയത്തിലെ സഹപ്രവർത്തകരായിരുന്ന ആ കാലം. എനിക്കൊന്നും ആ കാലം മറക്കാൻ പറ്റില്ല. 87 ഞാൻ ജനകീയത്തിൽ പത്രാധിപരായിട്ടാണ് ആദ്യമായി, ആദ്യമായിട്ടല്ല, തിരുനാമത്തിനായി ഇവിടേക്ക് വരുന്നത് 87. പിന്നെ എത്രയോ വർഷങ്ങൾ എൻ്റെ പ്രവർത്തനകത്തിലായിരുന്നു കോഴിക്കോട്. പിന്നീടത് മാറി. അപ്പോൾ അവിടെ പോലുള്ള ബന്ധമുണ്ട്. ഈ നഗരത്തെ അവിടെ ജനിച്ചാണല്ലെങ്കിൽ പോലും ജനിച്ച ഒരാളെ പോലെ തന്നെ സ്നേഹിക്കുന്നത് കോഴിക്കോടിൻ്റെ മഹത്വം കൊണ്ടാണ്. എപ്പോഴും എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് പഴയ സഞ്ചാരി കോഴിക്കോട്ടിൽ വിളിച്ച കാര്യമാണ്. ആ പേരാണ് ദ പോർട്ട് ഓഫ് ട്രൂത്ത്. അത് അർത്ഥവത്തായൊരു വിളിപ്പേരാണ്. കോഴിക്കോടിൻ്റെ മാധ്യമ ലോകത്തെ സൗഹൃദങ്ങളും ആ ട്രൂത്തിൻ്റെ ഭാഗമായി നിലക്കൊള്ളവരാണ്. അന്നത്തെ ആരും ഇവിടെ ഇപ്പോഴില്ല, ഇതിനൊഴിച്ച്. ആ കൂട്ടായ്മ ഞാനും ഉണ്ടായിരുന്നു. 87 അന്നത്തെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പത്രപ്രവർത്തകരായിരുന്നു ഞാൻ. പത്രപ്രവർത്തന ബന്ധം, ഞാൻ വലിയൊരു ജേർണലിസ്റ്റൊന്നും അല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ അനുസ്മരണീയ കാലമാണ്. എന്നെ പത്രപ്രവർത്തനം പഠിപ്പിച്ചവരാരും MCJ പാസ്സായവരല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊന്നും രാഷ്ട്രീയം പഠിച്ച് പത്രപ്രവർത്തനം പഠിച്ച ആളുകളാണ് എന്നോട് പഠിപ്പിച്ചത്. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, എന്നേക്കാൾ പ്രായം കുറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പത്രപ്രവർത്തകന്മാർ, അവരാണ് എന്നെ പത്രപ്രവർത്തനം പഠിപ്പിച്ചത്. അവരെല്ലാം പഠിപ്പിച്ച പാഠം വഴിയാണ് ഞാൻ പത്രപ്രവർത്തകനായത്. പത്രപ്രവർത്തനത്തിൽ നിന്നുള്ള യാതൊരു സാങ്കേതിക മികവൊന്നും ഉണ്ടായിരുന്നില്ല. ജനകീയം അല്ലെങ്കിൽ ഏറ്റവും വന്ന് പിന്നിലായിരുന്നു. ഞങ്ങൾ പറയുമായിരുന്നു, പത്രാധിപന്മാർ പ്രൂഫ് നോക്കുന്ന കാലമായിരുന്നു. ടെക്സ്റ്റിൽ വരുന്ന വാർത്തകൾ പരിഭാഷ ചെയ്യലും ഞങ്ങളുടെ ജോലിയായിരുന്നു. മുഖപ്രസംഗം എഴുതൽ മാത്രമല്ല ഞങ്ങളുടെ ജോലിയായിരുന്നു, എല്ലാം ഞങ്ങളുടെ ജോലിയായിരുന്നു. രാവിലെ വന്നാൽ ഞങ്ങൾ പോകുന്നത് ഒന്നാമത്തെ പത്രം അറിഞ്ഞിട്ട് രാത്രിയാണ് 10-11 മണിയാകും. ഞങ്ങളുടെ എല്ലാം വെളുത്ത ഉടുപ്പുകൾ അപ്പോൾ കറുത്തിരിക്കും. ഈ മഷി, കല്ലച്ചില മഷി പോയിട്ട്, കല്ലച്ചില മറ്റേ പെറുക്കി വയ്ക്കുന്ന അച്ഛൻ്റെ മഷി പോയിട്ടുണ്ട്. ഭയങ്കര ദൈവത്തിലുമായിരുന്നു, പക്ഷെ വലിയ കൂട്ടായ്മയായിരുന്നു. ഇതെല്ലാമാണ് എൻ്റെ കോഴിക്കോടിൻ്റെ ഓർമ്മകൾ ആദ്യമാണ്. ഈ പ്രസ് ക്ലബ്ബ് അന്ന് മുതലേ എനിക്ക് വളരെ വളരെ ബന്ധമുള്ള സ്ഥാപനമാണ്. പിന്നീട് മന്ത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ 1-2 പ്രാവശ്യം 26 ജനുവരിയിലെ മുട്ടയിലേക്ക് പങ്കെടുത്ത് വിശിഷ്ട അതിഥിയായി. അന്ന് എനിക്ക് ഫീൽ ചെയ്തത് വിശിഷ്ട അതിഥിയുടെ ഫീലിംഗ് അല്ല, എനിക്ക് അന്ന് ഫീൽ ചെയ്തത് ഒരു കുടുംബാംഗത്തിൻ്റെ ബോധ്യമാണ്. ഞാൻ പിന്നെ ഈ 2ാം ഗഡു പത്രാധിപരായത് മന്ത്രിസ്ഥാനം കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്നോട് വാക്ക് പറഞ്ഞത് ജനകീയത്തിൻ്റെ പത്രാധിപത്യക്കാരാണ്. 2012 മുതൽ വീണ്ടും 2 കൊല്ലക്കാലം ഞാൻ ജനകീയ എഡിറ്ററായിരുന്നു. ജനകീയം മുഖേന പത്രപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് ഞാൻ. ഇന്നും ഞാൻ പത്രപ്രവർത്തകനാണ്. സാങ്കേതികമായി പാർട്ടി മുഖപത്രമായ ന്യൂ ഏജിൻ്റെ ഇംഗ്ലീഷ് വീക്കിലിയാണ് അതിൻ്റെ
പത്രാധിപരാണ് ഞാൻ ഇപ്പോഴും. അതൊരു ഹൃദയബന്ധമാണ്. ഇതിൻ്റെ എല്ലാ ഉയർച്ചകളും താഴ്ചകളും മികവുകളും കുറവുകളും എല്ലാം ഉള്ളപ്പോഴും എനിക്കറിയാം എന്താണ് പത്രപ്രവർത്തനം. എൻ്റെ ഒരു മകൾ പത്രപ്രവർത്തകയാണ്. അപ്പം പുതിയ പത്രപ്രവർത്തനത്തിൻ്റെ മികവെല്ലാം എനിക്കറിയാം. ടെക്നോളജി ഉണ്ടാക്കിയ മാറ്റം എനിക്കറിയാം. അതിൻ്റെ വേഗത എനിക്കറിയാം. ശരിക്കും പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അതിൻ്റെ വേഗതയ്ക്കിടയിൽ നഷ്ടപ്പെട്ടു പോയത് ഒരു പാരസ്പര്യമായിരുന്നു. സംഘർഷങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പങ്കുവെക്കുമ്പോൾ ഉണ്ടായിരുന്ന സ്വാഭാവികമായ ബന്ധത്തിൻ്റെ ഒരു പാരസ്പര്യമാണ്. അതിപ്പം എനിക്കറിയില്ല ഒന്നൊന്നും. ഒന്നൊക്കെ സന്തോഷം. കോഴിക്കോട്ടെ മാധ്യമ സുഹൃത്തുക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയായിട്ട് ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത് ആ പാരസ്പര്യത്തെ പറ്റി നമുക്ക് കൂട്ടായി ചിന്തിക്കണം. ഇന്നത്തെ കാലത്തിൻ്റെ എല്ലാം നമ്മളെ സ്വാധീനിക്കും. നമുക്കെങ്കിലും ആ വഴിക്ക് നമുക്കെല്ലാം സ്വയം സ്നേഹത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്.